സാങ്കേതികവിദ്യ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ ഹൊസെ ഡെൽഗാഡോ തനിക്കെതിരെ പാഞ്ഞെടുക്കുന്ന കാളയെ തന്റെ കൈകളിലിരിക്കുന്ന റിമോട്ട് കൺട്രോളർ കൊണ്ട് നിയന്ത്രിച്ചു നിർത്തുന്ന ദൃശ്യങ്ങളാണിവ. 1960കളിൽ ഡെൽഗാഡോ നടത്തിയ മൈൻഡ് കൺട്രോൾ എക്സ്പെരിമെന്റുകളുടെ ഭാഗമാണിത്. പരീക്ഷണത്തിൽ ഡെൽഗാഡോയ്ക്ക് കാളയെ നിയന്ത്രിച്ചു നിർത്താനും വട്ടം കറക്കാനും വശങ്ങളിലേക്ക് ചലിപ്പിക്കാനുമൊക്കെ റിമോട്ടുകൾ കൊണ്ട് സാധിച്ചിരുന്നു. പരീക്ഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇലക്ട്രോഡുകളുമായി ബന്ധിപ്പിച്ച റേഡിയോ ആന്റിനകൾ ശസ്ത്രക്രിയയിലൂടെ കാളയുടെ തലച്ചോറിൽ ഘടിപ്പിച്ചതിനാലാണ് പിന്നീട് തന്നെ കുത്തിമലർത്താനായി തനിക്ക് നേരെ പാഞ്ഞെടുത്ത കാളയെ റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കാൻ ഡെൽഗാഡോയ്ക്ക് സാധിച്ചത്. The bull was in very good health, and I was in a very good health also. So, no problem. മസ്തിഷ്കം മറ്റവയവങ്ങളുമായി ആശയവിനിമയം ചെയ്യുന്നതും വിവിധ ശാരീരിക പ്രക്രിയകളെ നിയന്ത്രിക്കുന്നതുമൊക്കെ അതിസങ്കീർണമായ വൈദ്യുതി സംവിധാനത്തിലൂടെയാണ്. കൈകാലുകളുടെ ചലനങ്ങൾ, കാഴ്ച, ചിന്തകൾ, വികാരങ്ങൾ, ഓർമ്മകൾ, തീരുമാനമെടുക്കൽ എന്നിവയ്ക്കെല്ലാം നമ്മെ പ്രാപ്തമാക്കുന്നത് മസ്തിഷ്കത്തിന്റെ അതത് ഭാഗങ്ങളിലുള്ള ന്യൂറോണുകൾ ഉണ്ടാക്കുന്ന വൈദ്യുതി മൂലമാണ്. ഉദാഹരണത്തിന്, നമ്മൾ പ്രശ്നപരിഹാരത്തിനായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ മുൻഭാഗമായ പ്രീഫ്രണ്ടൽ കോർട്ടക്സിലുള്ള ന്യൂറോണുകൾ പ്രവർത്തനക്ഷമമാവുകയും അവ തമ്മിൽ ആശയവിനിമയം നടത്താനായി വൈദ്യുതി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ന്യൂറോണുകൾ ഉണ്ടാക്കുന്ന ഈ വൈദ്യുതിയെ ഇലക്ട്രിക് ഇമ്പൾസുകൾ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൈകാലുകളുടെ ചലനങ്ങൾ പോലെയുള്ള ശരീരത്തിന്റെ ചലന പ്രക്രിയകളെ സാധ്യമാക്കുന്നത് നമ്മുടെ തലച്ചോറിലെ മോട്ടോർ കോർട്ടെക്സ്, ഓഡേറ്റ് ന്യൂക്ലിയസ് തുടങ്ങിയ ഭാഗങ്ങളാണ്. നമ്മൾ കാലുകൾ ചലിപ്പിക്കാൻ ഇച്ഛിക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ മോട്ടോർ കോർട്ടെക്സിലുള്ള ന്യൂറോണുകൾ നമ്മുടെ കാലുകളുമായി ആശയവിനിമയം നടത്താനായി ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ ഉണ്ടാക്കുകയും അവയെ സ്പൈനൽ കോഡ് വഴി കാലുകളിലേക്ക് അയക്കുകയും ചെയ്യും. സ്പൈനൽ കോഡ് വഴി കാലുകളിൽ എത്തുന്ന ഇലക്ട്രിക് ഇമ്പൾസുകൾ കാലുകളുടെ പേശികളെ ഉത്തേജിപ്പിക്കുന്നതിനാലാണ് നാം ഇച്ഛിക്കുന്ന മാത്രയിൽ കാലുകൾ ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്. എന്നാൽ നാം ഇച്ഛിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഇമ്പൾസുകളെ നാം ഇച്ഛിക്കാത്ത സമയത്ത് നമ്മുടെ തലച്ചോറിൽ കൃത്രിമമായി സൃഷ്ടിച്ചാൽ അത് തലച്ചോറിന്റെ ഏത് ഭാഗത്താണോ സൃഷ്ടിക്കുന്നത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഇച്ഛ കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രകടമാകുന്നതാണ്. ഡെൽഗാഡോ റിമോട്ട് കൺട്രോളർ വഴി അയക്കുന്ന റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങൾ കാളയുടെ തലച്ചോറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോഡുകളെ പ്രവർത്തിപ്പിക്കുകയും ഇലക്ട്രോഡുകൾ കാളയുടെ മോട്ടോർ കോർട്ടെക്സിലും കോഡേറ്റ് ന്യൂക്ലിയസിലും കൃത്രിമമായി ഇലക്ട്രിക് ഇമ്പൾസുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനാലാണ് റിമോട്ട് കൊണ്ട് കാളയെ ചലിപ്പിക്കാൻ ഡെൽഗാഡോയ്ക്ക് സാധിച്ചത്. ശരീരത്തിന്റെ ചലന പ്രക്രിയകളെ സാധ്യമാക്കുന്ന മോട്ടോർ കോർട്ടെക്സിലും കോഡേറ്റ് ന്യൂക്ലിയസിലും കൃത്രിമമായി ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ അഥവാ വൈദ്യുതി ഉത്തേജനം നൽകാൻ കഴിയുന്ന ഇലക്ട്രോഡുകൾ ഘടിപ്പിക്കുന്നത് മൂലം ശരീരചലനങ്ങളെ റിമോട്ടുകൾ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഡെൽഗാഡോ പിന്നീട് വികാരങ്ങൾക്ക് കാരണമാകുന്ന തലച്ചോറിന്റെ ഭാഗങ്ങളെ കൃത്രിമമായി ഉത്തേജിപ്പിക്കുന്നതിലൂടെ റിമോട്ടുകൾ കൊണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുമോ എന്ന് പഠിക്കാനായി വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി. പൂച്ച, കുരങ്ങ്, എലി തുടങ്ങിയ മൃഗങ്ങളുടെ മോട്ടോർ കോർട്ടെക്സിലും വികാരങ്ങൾക്ക് കാരണമാകുന്ന അമിഗ്ഡാല, ലിംബിക് കോർട്ടെക്സ്, ഹൈപ്പോതലാമസ് തുടങ്ങിയ തലച്ചോറിന്റെ മറ്റ് ഭാഗങ്ങളിലുമൊക്കെ ഇലക്ട്രോഡുകളും ആന്റിനകളും ഘടിപ്പിച്ചുകൊണ്ടാണ് ഡെൽഗാഡോ പിന്നീട് പരീക്ഷണങ്ങൾ നടത്തിയത്. പരീക്ഷണങ്ങളിൽ പൂച്ചകളുടെയും കുരങ്ങുകളുടെയും ഒക്കെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല അവയുടെ സ്വഭാവവും വികാരങ്ങളെയും മാറ്റാൻ ഡെൽഗാഡോയ്ക്ക് റിമോട്ടുകൾ കൊണ്ട് കഴിഞ്ഞു.